വെനസുലയിലെ മഡൂറോയെ തടങ്കലിലാക്കിയതിന് പിന്നാലെ വെനസുലയുടെ തന്നെ അധികാരം ട്രംപിന്റെ കയ്യിലേക്ക് ഒതുക്കിയിരുന്നു. അന്ന് തന്നെ ചില രാജ്യങ്ങൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, അടുത്തത് നിങ്ങളായിരിക്കുമെന്ന്. പക്ഷേ ഏവരും കരുതിയത് അത് ഇറാനോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ്. അതിനിടയിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് അക്ഷരാർത്ഥത്തിൽ നീങ്ങുന്നത് ക്യൂബയിലേക്കാണ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടുത്തെ ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നും ക്യൂബ തങ്ങളുടെ ശത്രുക്കൾക്ക്, അതായത് അമേരിക്കയുടെ ശത്രുക്കൾക്ക് താവളം ഒരുക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. നിലവിൽ വെനസുലയുടെ സഹായത്താലും എണ്ണ വാങ്ങലിലുമൊക്കെയാണ് ക്യൂബ പിടിച്ചു നിന്നത്. ഇപ്പോൾ മെക്സിക്കോയിൽ നിന്നും വെനസുലയിൽ നിന്നുമൊന്നും എണ്ണ ക്യൂബയിലേക്ക് എത്തുന്നില്ല. വലിയ പരിതാപകരമാണ് ക്യൂബയിലെ അവസ്ഥ. പഴയതുപോലെ അല്ല ക്യൂബ. ഇപ്പോൾ വളരെ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ്. ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലും മറ്റുമാണ്. ഈ ഒരു അവസരമാണ് ട്രംപ് മുതലെടുക്കുന്നത്. അതിന്റെ ഭാഗമായി മാർക്ക് റൂബിയോയെ ഈ ക്യൂബയുമായി ചർച്ച നടത്താൻ പറഞ്ഞിരിക്കുന്നു. ഒരു കരാർ അമേരിക്കയുമായി ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അത് ഒപ്പിട്ടില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ ഏറുമ്പോൾ ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് ക്യൂബയിൽ പുതിയൊരു ഭരണമാറ്റം ഉണ്ടാവുകയോ ക്യൂബ അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറുകയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, വെനസുലയെ മഡൂറോയെ പിടികൂടിയപ്പോൾ കേരളത്തിലടക്കം സഖാക്കൾ തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിൽ ഒരു സഖാവ് ട്രംപിന്റെ കോലം കത്തിക്കുന്നതിനിടയിൽ തീപ്പൊള്ളലേറ്റ് മരിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ക്യൂബ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ കൂടി ട്രംപ് കടന്നു കയറുമ്പോൾ, അവിടുത്തെ ഭരണാധികാരിയെ പുറത്താക്കുമ്പോൾ, കമ്മ്യൂണിസം ഇല്ലാതാക്കുമ്പോൾ, ഇവിടെ യാദൃശ്ചികമായി കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ തോറ്റാൽ ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങും ഉണ്ടാകില്ല. ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ട്രംപും നീങ്ങുകയാണ് എന്നുള്ളത് ഒരു വല്ലാത്ത വിചിത്രമായി തന്നെ നമുക്ക് തോന്നിയേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.